ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഹെൽത്തി വെയിറ്റ് ലോസ് പ്രോട്ടീൻ ഷേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പാസ്ചറൈസ്ഡ് മിൽക്കാണ്. നമുക്ക് കടയിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ കട്ടയാക്കാം. പിന്നെ ഞാൻ 2 പേർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുണ്ട് അവക്കാഡോ. അപ്പോൾ അവക്കാഡോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം കുറച്ച് പ്രസ് ചെയ്ത് നോക്കുക. ചെറുതായിട്ട് പ്രസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം റൈപ്പനായിട്ടുണ്ടാവും. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല കയ്പ്പായിരിക്കും. നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പച്ചയായിട്ടുള്ള അവക്കാഡോ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം പുറത്ത് വെച്ചാൽ തന്നെ അത് പഴുത്തോളും. അപ്പോൾ ഞാനിവിടെ പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിൽ മിൽക്കിലൊക്കെ മെയിൻലി ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പഴം ചൂസ് ചെയ്തത്. മുന്നേ ഞാൻ വേറെ പഴമൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറുപഴം എടുക്കാനാണ് എപ്പോഴും നോക്കേണ്ടത്. വലിയ ഏത്തപ്പഴം ഒന്നും എടുക്കാൻ നോക്കരുത്. ഇതിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നട്ട്സ്. അപ്പോൾ ഈ നട്ട്സ് ഞാൻ ആവശ്യത്തിന് 2 പേർക്ക് ആവശ്യമുള്ള കുറച്ച് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ നമ്മൾ നട്ട്സ് ഒരിക്കലും കഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ടും അതുപോലെ തന്നെ കാഷ്യൂ നട്ടാണ് യൂസ് ചെയ്തത്. നമുക്ക് വാൾനട്ടും അങ്ങനെ പല നട്ട്സും യൂസ് ചെയ്യാം. ചിയ സീഡ്സ് ഒക്കെ ഇടുന്നവരുണ്ട്. പിന്നെ ഇത് ഹെൽത്തി വെയിറ്റ് ലോസ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. പകരം ഞാൻ ഡേറ്റ്സും അതുപോലെ തന്നെ ഹണിയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൊതുവേ ജ്യൂസൊക്കെ ആക്കുന്ന ആ ഒരു മിക്സറിലാണ് ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. എല്ലാം നല്ലപോലെ മിക്സ് ആയിരിക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ, മസ്റ്റായിട്ടും. എനിക്ക് ഷേക്ക് അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷേ ഈ ഒരു ഷേക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. ഇതുപോലത്തെ കൂടുതൽ ഹെൽത്തി ഡ്രിങ്ക് ഷേക്ക്സ് ഞാൻ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിനകത്തിടാം. പിന്നെ ഈ ഒരു ഷേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റും. രാവിലെ ആണെങ്കിലും അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. നല്ലപോലെ നമുക്ക് എണീക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മിൽക്കും പഴമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേക്ക് ഡെയിലി കുടിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നമുക്ക് വീക്ക്ലി ട്വൈസ് ഒക്കെ കുടിക്കാം. അപ്പോൾ നിങ്ങളും ഈ ഒരു ഷേക്ക് ഉണ്ടാക്കി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.